പ്രതിഷേധം തുടരുന്നതിനിടെ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ പൊതു ശുചിമുറികളിലെ വെള്ളം വിച്ഛേദിച്ചെന്ന് പോലീസിനെതിരെ CJP ആരോപിച്ചു. വെള്ളം ഉടൻ പുനഃസ്ഥാപിക്കണമെന്നാണ് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ ആവശ്യപ്പെട്ടത്. നീറ്റ് പരീക്ഷയ്ക്ക് ശേഷം വിദ്യാർത്ഥികളോട് ജന്തർ മന്ദറിലെത്താനും അഭിജിത് ദീപ്കെ ആഹ്വാനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയുടെ സംവിധാനത്തിൽ വിശ്വാസമുണ്ടെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രതികരണം. ബൽറാം നെടുങ്ങാടി ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ബൽറാം, വിശദാംശങ്ങൾ. ഇപ്പോൾ ഈ CJPയുടെ സ്ഥാപകൻ അഭിജിത് ദീപ്കെ നമ്മളോടൊപ്പം ചേരുകയാണ്. You are continuing the protest, and what the police says, they have several action, they have cut the water from the toilets and all. I don't understand why the police had cut the water, why they have stopped the food from coming in, and not just that, they are stopping the people and they are stopping the media from coming inside. I don't know why they are doing so, because we are not doing anything illegal, we are not committing any crime. All we are doing is seeking justice for the students who have committed suicide. So I request the police, on behalf of your channel, I request the Delhi police to let people in and to let the drinking water come inside. We are not asking water from you. Several volunteers are bringing water bottles inside, so please let them in. We are here, we are doing nothing wrong. We are just sitting peacefully and demanding justice for the people. You are continuing in the protest and have requested all the NEET aspirants and other parents to come to Jantar Mandar. So what is your future plan? I have requested all the people to come at Jantar Mandar today morning, but I would request the NEET students, please first go and attend your exam, give your exams. My best wishes with you, and don't worry, we are going to fight your battle here. You don't have to worry about the protest, but once you are done with your exam, please do come at Jantar Mantar. You will continue the protest? We are continuing the protest. Till the education minister? Yes, till the education minister resigns. ഈ പ്രതിഷേധം തുടരും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ എന്ന് തന്നെയാണ് അഭിജിത് ദീപ്കെ വ്യക്തമാക്കിയിരിക്കുന്നത്. ജന്തർ മന്ദറിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ബലം പ്രയോഗിച്ച് പ്രതിഷേധക്കാരെ നീക്കാൻ ശ്രമമുണ്ടായില്ല എങ്കിൽ പോലും അവരെ സമ്മർദ്ദത്തിലൂടെ ഇന്നലെ വൈകിട്ട് നീക്കിയിരുന്നു. അതിനുശേഷം കുടിവെള്ളം ഇവിടേക്ക് കൊണ്ടുവരുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. പുറത്തേക്ക് പോയ പ്രവർത്തകരെ അകത്തേക്ക് കയറ്റിവിടാൻ അനുവദിച്ചില്ല. തുടർന്ന് ജന്തർ മന്ദറിലെ സമരവേദിയിൽ ഒരു പൊതു ശുചിമുറിയാണ് ഉള്ളത്. അവിടെ വെള്ളം ലഭിക്കുന്നില്ല. വെള്ളം നിറയ്ക്കാനും പോലീസ് അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രതിഷേധക്കാർ ഏറെ രാവിലെ വലയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ശുചിമുറിയിൽ വെള്ളം അനുവദിക്കണം എന്ന ആവശ്യം അഭിജിത് ദീപ്കെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ നീറ്റ് പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അദ്ദേഹം ആശംസകൾ നേരുന്നതിനൊപ്പം തന്നെ നീറ്റ് പരീക്ഷ എഴുതാത്ത ആളുകൾ, മറ്റ് വിദ്യാർത്ഥികൾ, അവരുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ 9 മണിയോടെ സമരവേദിയിൽ എത്തണം. നീറ്റ് പരീക്ഷയ്ക്ക് ശേഷം ഈ വിദ്യാർത്ഥികൾ പരീക്ഷ പൂർത്തിയാക്കിയവർ ഇവിടേക്ക് എത്തണമെന്നുമാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും പ്രതിഷേധം തുടരാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് CJP ഉള്ളത്. അത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ ആ പ്രതിഷേധം തുടരും എന്നുമാണ് അഭിജിത് ദീപ്കെ വ്യക്തമാക്കിയിരിക്കുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.